പല്ല് തേക്കുന്ന സമയത്ത് അവിടെ ബ്ലഡ് കാണുന്നു, അതൊരുപാട് അസുഖങ്ങളുടെ ലക്ഷണമാവാന്ന് പറഞ്ഞു. ഇപ്പം ജസ്റ്റ് മോണയുടെ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്യുമ്പോൾ പോലും ബ്ലഡ് എപ്പോഴും വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? മോണയിൽ നിന്ന് ബ്ലഡ് കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ സംശയിക്കുന്ന ജിഞ്ചവൈറ്റീസ് എന്ന് പറഞ്ഞ അസുഖമാണ്. ജിഞ്ചവൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജിഞ്ചൈവ അഥവാ മോണയുടെ ഇൻഫെക്ഷൻ, അതാണ് ജിഞ്ചവൈറ്റീസ്. അത് നമ്മൾ ഇഗ്നോർ ചെയ്താൽ അത് രണ്ടാമത് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞതിലോട്ട് വരും. പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണയുടെ അടിയിലുള്ള ബോണും കൂടെ ഉള്ള സിസ്റ്റം, അതാണ് ബോണാണ് നമ്മുടെ ടീത്തിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്, അതിനെ കൂടെ ബാധിക്കും, ഇൻഫെക്ഷൻ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് മോണ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ പല്ല് ചെറുതായിട്ട് ഇളകി തുടങ്ങിയിട്ട് പല്ല് നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കാം. അപ്പം ജിഞ്ചവൈറ്റിസ് വരാം, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെരിയോഡോണ്ടൈറ്റിസിലോട്ട് വരാം. ഇതെല്ലാം നമ്മൾ ഏർലി ട്രീറ്റ്മെന്റ് എടുക്കണം. അതേപോലെ തന്നെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസിക്ക് ഇല്ലെങ്കിൽ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസിക്കൊക്കെ നമുക്ക് ബ്ലീഡിങ് വരാറുണ്ട്. ചില ഡ്രഗ്സ് കഴിക്കുന്നവർക്ക്, ബ്ലഡ് തിന്നേഴ്സ്, നമ്മൾ കാർഡിയാക് ഇഷ്യൂ വരും, ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആസ്പിരിൻ, ഹെപ്പാരിൻ കഴിക്കുന്നവർക്കും ബ്ലീഡിങ് വരാറുണ്ട്. അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ സിസ്റ്റമിക് ഡിസീസ്, ചില സിസ്റ്റമിക് ഡിസീസിനും ബ്ലീഡിങ് നമുക്ക് ഗംസിൽ വരാറുണ്ട്. ഇതൊക്കെ നമ്മൾ വന്നാൽ തന്നെ ഇത് ഉടനെ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഇതിനകത്ത് ഏതാണെന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം.